ഇനി നമ്മൾ 22ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് വന്നിരിക്കുന്നത്. ഓൾ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് G20 ആർ റിട്ടൺ ഇൻ ഓൾ പോസിബിൾ വേസ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ആൻഡ് ദിസ് വേർഡ്സ് ആർ റിട്ടൺ ആസ് ഇൻ എ ഡിക്ഷണറി. ദ സീരിയൽ നമ്പേഴ്സ് ഓഫ് ദ വേർഡ് G20 എന്നാണ് ക്വസ്റ്റ്യൻ. ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കുറെ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പെർമുറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് റാങ്കിങ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിനൊരു ഷോർട്ട് കട്ട് വേ ഉണ്ട്, ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഇപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വേർഡ് എന്താണ്? G20. അപ്പൊ ഞാൻ ആദ്യം G20 എന്നുള്ള വേർഡ് എഴുതാൻ പോവാണ്. G20. ഓക്കെ, G20. ഓക്കെ, ഇതാണ് G20 എന്ന വേർഡ് നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലെറ്റേഴ്സിനെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്പറിങ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് വരുന്ന ലെറ്റർ ഏതാണ്? ഫസ്റ്റ് വരുന്ന ലെറ്റർ നമുക്കറിയാം E ആണ് വരുന്നത് അല്ലേ, 1. ദെൻ നെക്സ്റ്റ് വരുന്ന ഏതാണ്? നമുക്കറിയാം G ആണ് വരുന്നത്. ദെൻ അടുത്ത മൂന്നാമതായിട്ട് വരുന്ന നമ്പർ ഏതാണ്? N ആണ് അല്ലെ. ദെൻ നാലാമതായിട്ട് നമുക്ക് വരുന്നത് ടിയും വരെ. ടി 2 തവണ വന്നുകൊണ്ട് 4 നമുക്ക് 2 തവണ കൊടുക്കാം. ദെൻ അടുത്തത് നമുക്ക് 5ാമത് വരുന്നത് W ആണ്. 6ാമത് വരുന്നതാണ് നമ്മുടെ Y എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ നെക്സ്റ്റ് ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സൈഡിൽ നിന്ന്, അതായത് വൈയുടെ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യണം? 0 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, അങ്ങനെ ഫാക്ടോറിയൽസ് എന്ത് ചെയ്യണം? അത്രയും നമ്പേഴ്സിന് കൊടുക്കുക. ഓക്കെ, അത്രയും ലെറ്റേഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഇവിടെ നമ്മൾ വരുന്നത് 0 ഫാക്ടോറിയൽ, then ഇത് 1 ഫാക്ടോറിയൽ, then 2 ഫാക്ടോറിയൽ, then 3 ഫാക്ടോറിയൽ, then 4 ഫാക്ടോറിയൽ, then 5 ഫാക്ടോറിയൽ, then 6 ഫാക്ടോറിയൽ. ഓക്കെ, അത്രയും നമ്മൾ ചെയ്തു. ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെ നമുക്ക് 2 ആണ് വന്നിരിക്കുന്നത്. ഈ 2വിനേക്കാൾ ചെറുതായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഇവിടെ ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, 2വിനേക്കാൾ ചെറുതായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? നമുക്കറിയാം 1 ആണുള്ളത്. ഒറ്റൊരു നമ്പറേ ഉള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്താ എഴുതേണ്ടത്? ഇവിടെ നമ്മൾ 1 എഴുതുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് 4വിനേക്കാൾ ചെറുതായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? നമുക്കറിയാം 1ഉം ഉണ്ട് 3യും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 നമ്പേഴ്സാണ് നമുക്കുള്ളത്. ഇനി അടുത്ത് നോക്കിയേ, 5വിനേക്കാൾ ചെറുതായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് 3 നമ്പേഴ്സാണ് ഉള്ളത്. അടുത്തതോ 1നേക്കാൾ ചെറുതായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. 3നേക്കാൾ ചെറുതായിട്ടുണ്ടോ? 4 ഉണ്ടോ? 6 ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അതെല്ലാം എന്ത് കൊടുക്കാം? 0 0 0 0 എന്ന് കൊടുക്കാം. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത് നമ്മൾ നോക്കണം, ഈ 2 ഉൾപ്പെടെ എത്ര ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. ഓക്കെ, ഈ 2 ഉൾപ്പെടെ എത്ര ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം 4 2 ലെറ്റർ ആണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1നെ നമ്മൾ ആ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഫാക്ടോറിയൽ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ 2 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ 2 ഫാക്ടോറിയൽ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അടുത്ത നോക്ക്, അടുത്ത 4 ഉൾപ്പെടെ എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? നോക്കിയേ, 2 നമ്പർ അല്ലേ, നോക്ക് 4 അല്ലെ. അപ്പൊ അതും എന്ത് ചെയ്യണം? 2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, 5 ഉൾപ്പെടെ ഏതെങ്കിലും നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഉണ്ടോ വല്ലതും? ഇവിടെ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഇനിയും സിമ്പിൾ പ്രൊസീജിയർ. ഇനി ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്താൽ മതി? 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ പ്ലസ് 2/2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ പ്ലസ് 3 ഇൻറ്റു 4 ഫാക്ടോറിയൽ പ്ലസ് 0 ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇതെല്ലാം 0 വരത്തുള്ളൂ. അപ്പൊ പിന്നെ അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പ്ലസ് 1. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കേ എന്താ ചെയ്യുന്നത്? നമുക്ക് ചെയ്യാം 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ പ്ലസ് 2/2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ പ്ലസ് 3 ഇൻറ്റു 4 ഫാക്ടോറിയൽ പ്ലസ് ബാക്കി എല്ലാം 0 ആണ് വരുന്നത്, പ്ലസ് 1. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, 1/2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1/2 തന്നെയാണ്. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 720 ആണ്. ദെൻ അടുത്ത എന്ത് വരും? 2/2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമുക്കത് 120 കിട്ടും. ദെൻ അടുത്തത് 3 ഇൻറ്റു 4 ഫാക്ടോറിയൽ, നമുക്കത് ചെയ്യുമ്പോഴത്തേന് 72 കിട്ടും, പ്ലസ് 1. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എത്ര കിട്ടും? 360 പ്ലസ് 120 പ്ലസ് 72 പ്ലസ് 1. നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനലി എത്ര കിട്ടും? 553 ആൻസർ കിട്ടും. അപ്പം 553 ആണ് ഈ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?